നമസ്കാരം. ലോകത്തിന്റെ കണ്ണ് വെട്ടിച്ച് ആഫ്രിക്കയിൽ പുതിയൊരു അണ്ടർഗ്രൗണ്ട് കളിക്ക് കോപ്പുകൂട്ടുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി. ചെങ്കടലിലും ഏദൻ ഉൾക്കടലിലും പുകയുകയാണ് അന്താരാഷ്ട്ര യുദ്ധക്കനലുകൾക്കിടയിലാണ് ഐക്യരാഷ്ട്രസഭയുടെ വിലാസത്തിൽ സൊമാലിയയിലേക്ക് വന്നിറങ്ങിയ ആ 1000 കിലോ ദുരൂഹ ചരക്കിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരം പുറത്തുവരുന്നത്. ഗാസയിൽ എങ്ങുമെത്താതെ നിൽക്കുന്ന സൈനിക നീക്കങ്ങൾക്കിടയിലും ആഗോള ജലപാതകൾ കൈപ്പിടിയിലൊതുക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു പുതിയ ഇന്റലിജൻസ് മാസ്റ്റർ പ്ലാനുകൾ മെനയുകയാണ്. വിമർശകരുടെ പരിഹാസം, സ്വന്തം രാജ്യത്തെ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിൽ വലയുമ്പോഴും സൊമാലിയയുടെ മണ്ണിൽ അത്യാധുനിക രഹസ്യാന്വേഷണ ഉപകരണങ്ങൾ എത്തിച്ച് ചെങ്കടലിലെ രാജാവാകാൻ നോക്കുന്ന നെതന്യാഹുവിന്റെ ഈ പുതിയ സാറ്റലൈറ്റ് കളി ആഫ്രിക്കൻ തീരത്തെ ശരിക്കും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. സാധാരണ ചരക്ക് കൈമാറ്റം എന്ന ലേബലിൽ UN ഓഫീസിലേക്ക് ഇസ്രായേൽ കമ്പനി അയച്ച ഈ സൈനിക സാമഗ്രികൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്നും ആ രഹസ്യ നീക്കത്തിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാകാം. അതായത്, ലെബനൻ ആസ്ഥാനമായ അൽ മായാദീൻ മാധ്യമ ശൃംഖല ജൂലൈ 2 പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. മുതിർന്ന പ്രാദേശികമായ തന്ത്രപരമായ സ്രോതസ്സുകളെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ഈ പുറത്തുവന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏകദേശം 1000 കിലോ ഭാരമുള്ള ചരക്ക് ജൂൺ 21 ഇസ്രായേലിൽ നിന്നും പുറപ്പെട്ട് കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബി വഴി സൊമാലിയൻ തലസ്ഥാനമായ മൊഗാദിഷുവിലേക്ക് എത്തുകയായിരുന്നു. ഈ ചരക്ക് മൊഗാദിഷുവിലുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഓഫീസിലേക്ക് അയച്ചതായാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ ഈ ചരക്കിന്റെ യഥാർത്ഥ സ്വഭാവമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്, അല്ലെങ്കിൽ ചർച്ചകൾക്ക് വഴി തുറക്കുന്നത്. സ്രോതസ്സുകളുടെ അവകാശവാദം അനുസരിച്ച് ചരക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് സൈനികവും രഹസ്യാന്വേഷണ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നതിനാകാവുന്ന ഒരു അത്യാധുനിക ആശയവിനിമയ സംവിധാനമായിരുന്നു. ഇസ്രായേലിലെ ഓൾ യഹൂദ നഗരത്തിൽ പ്രവർത്തിക്കുന്ന മെർ സെക്യൂരിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എന്ന കമ്പനിയാണ് ഈ ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. ഒടുവിൽ അവ മൊഗാദിഷുവിലെ ഐക്യരാഷ്ട്രസഭ ഓഫീസിലെത്തുകയായിരുന്നു. സൊമാലിയയും ചെങ്കടലും തമ്മിലുള്ള ഭൂമിശാസ്ത്രപരമായ ബന്ധം ഈ വിഷയത്തെ കൂടുതൽ നിർണായകമാക്കുകയാണ്. ഏതായാലും ലോക വ്യാപാരത്തിനും ഊർജ വിതരണത്തിനും അത്യന്താപേക്ഷിതമായ ബാബ് അൽ മന്ദേബി കടലിടുക്കും ഏദൻ ഉൾക്കടലും നിയന്ത്രിക്കുന്നതിന് വലിയ ശക്തികൾ തമ്മിലുള്ള മത്സരം വർഷങ്ങളായി തുടരുകയാണ്. ചെങ്കടലിലെയും സൂയസ് കനാലിലൂടെയും ആഗോള ചരക്കു നീക്കത്തിന്റെ വലിയൊരു വിഹിതമാണ് നടക്കുന്നത്. ഈ സമുദ്രമാർഗത്തിൽ സ്വാധീനം നേടുക എന്നത് സാമ്പത്തികമായും സൈനികമായും വൻ ഒരു നേട്ടമാണ്. അൽ ഹൂത്തിയുടെ വാദമനുസരിച്ച് സൊമാലിയയിലെ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിലൂടെ ചെങ്കടലിലെയും ബാബ് അൽ മന്ദേബിയിലെയും സ്ഥിതിഗതികൾ കൂടുതൽ സ്വാധീനിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട്. സൊമാലിയയിലെ നിലവിലെ സംഭവ വികാസങ്ങളും ഏദൻ ഉൾക്കടലിന്റെയും ബാബ് അൽ മന്ദാവിന്റെയും നിയന്ത്രണം ഏറ്റെടുക്കാൻ ഇസ്രായേൽ നടത്തുന്ന നീക്കങ്ങളും തങ്ങൾ ആശങ്കയോടെയാണ് നിരീക്ഷിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. ചെങ്കടൽ തീരദേശ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഏകോപിതമായ നിലപാട് സ്വീകരിക്കുമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും സമീപകാലത്ത് സൊമാലിയയിൽ നിന്നും വേർപെട്ട് സ്വതന്ത്ര രാഷ്ട്രമായി സ്വയം പ്രഖ്യാപിച്ച സൊമാലിയൻ ലാൻഡുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന റിപ്പോർട്ടുകളും ഈ വിവാദത്തെ കൂടുതൽ സങ്കീർണമാക്കി തീർക്കുകയാണ്. സൊമാലിയൻ ലാൻഡിനെ ഇസ്രായേൽ അംഗീകരിക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും യമനിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട ചില സഹകരണ സാധ്യതകൾ ചർച്ചയിലുണ്ട് എന്ന ആരോപണങ്ങളും ഇതിനകം തന്നെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. സൊമാലിയയിലേക്ക് ഐക്യരാഷ്ട്രസഭയുടെ പേരിൽ സൈനിക രഹസ്യാന്വേഷണ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങൾ എത്തിച്ചെന്ന ആരോപണങ്ങൾ സത്യമാണോ എന്നത് ഇനിയും സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെടേണ്ട വിഷയം കൂടിയാണ്. എന്നിരുന്നാലും ഈ റിപ്പോർട്ട് ഉയർത്തുന്ന ചോദ്യങ്ങൾ വളരെ ഗൗരവമേറിയതാണ്. ചെങ്കടൽ മേഖലയിൽ യമൻ സംഘർഷം, ഹൂത്തി ആക്രമണങ്ങൾ, ഇസ്രായേൽ പലസ്തീൻ സംഘർഷം, അമേരിക്കയുടെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും വർദ്ധിച്ചു വരുന്ന സൈനിക സാന്നിധ്യം എന്നിവ ഇതിനകം തന്നെ സുരക്ഷാ സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ സൊമാലിയയിലോ അതിന്റെ സമീപ പ്രദേശങ്ങളിലോ ഏതെങ്കിലും പുതിയ സൈനികമോ രഹസ്യാന്വേഷണപരമോ ആയ നീക്കങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ അത് മേഖലയിലെ ശക്തി സമവാക്യങ്ങളെ കാര്യമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടിലുള്ള വിവരങ്ങളുടെ നിജസ്ഥിതി വ്യക്തമാക്കുന്നതും ഐക്യരാഷ്ട്രസഭ ഉൾപ്പെട്ട അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾക്ക് കൂടുതൽ സുതാര്യമായ വിശദീകരണം നൽകുന്നതും ആഗോളതലത്തിൽ വിശ്വാസ്യത ഉറപ്പാക്കാൻ നിർണായകമാണ്.